ഇതിനെ ഓടിച്ചു വിടാനുള്ള ഒരു സംവിധാനവും ഈ ഫോറസ്റ്റുകാർ ചെയ്യുന്നില്ല. ഈ റേഞ്ച് ഓഫീസറോ DFO അനങ്ങുന്നില്ല. ഈ ഷെഡ് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് രാത്രി വന്ന് ആദ്യമേ ഇറങ്ങി അതിനെ ഓടിച്ചു വിട്ടു. അതിന്റെ ദേഷ്യമായിരിക്കാം ഇങ്ങോട്ട് വന്ന് ഇത് തള്ളി അങ്ങ് തകർത്തു. ഈ മലയോര കർഷകർ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം അവിടെ ഒരു വീട്ടിലെ ഒരു കക്കൂസ് മൊത്തം ഇടിച്ചു കളഞ്ഞു. അടുത്തൊരു വീട്ടിൽ ചെറുകടവ് ജംഗ്ഷനിൽ ഒരു കോഴിക്കൂട് മൊത്തം അടിച്ചു പറിച്ചത്. മുറ്റത്ത് വരെ വന്ന് ഞങ്ങളെല്ലാം വാഴയും പിന്നെ തെങ്ങും എല്ലാം ഒരുപാട് റബ്ബറും എല്ലാം എൻ്റെ വലിച്ചു കളഞ്ഞു. ഒരുപാട് നഷ്ടം എനിക്ക് വന്നു. കൃഷികളെല്ലാം നശിപ്പിച്ചു. ഞാൻ കൊണ്ടുവന്ന് പരാതിയൊക്കെ കൊടുത്തു. ഫോറസ്റ്റുകാർ വന്ന് കണ്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഞങ്ങളുടെ താമസക്കാരുടെ എല്ലാം അയ്യത്തോട്ട് വന്ന് ആനശല്യം വനവകുപ്പുകാർ ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തത്. അവർ ഇഞ്ചപ്പള്ളി വനത്തിൻ്റെ നടുക്കൂടെ കിടങ്ങെടുത്ത ഞങ്ങളിവിടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ശല്യമാണ്. അന്ന് വന്നപ്പോൾ ഞാൻ ഡിപ്പോട്ടിയുടെ പറഞ്ഞതാ ഞങ്ങളുടെ വസ്തുവിനരികിൽ കൂടെ താമസക്കാരുടെ അരികിൽ കൂടെ കിടങ്ങെടുക്കാൻ പറഞ്ഞപ്പോൾ അല്ലേ വരുന്നെന്ന് പറഞ്ഞു. പിന്നെ കണ്ടില്ല. ഒരു ദിവസം 5 പ്രാവശ്യമൊക്കെ ഇറങ്ങി രാത്രി ഉറക്കമില്ല. ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും വിളക്ക് പൊട്ടിയത് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറും. ഇന്നലെ രാത്രി തന്നെ അങ്ങോട്ട് വന്ന് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഒറ്റ പിടിയിൽ സന്തോഷിൻ്റെ വീട്ടിൽ ലൈറ്റ് അടിച്ചേ ഉള്ളൂ. അവിടെ രാജാടെ വാഴ എടുക്കാൻ വന്നതാണ്. ഞാൻ വന്ന് എടുത്തോണ്ട് പോയതാണ്. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ലൈറ്റ് അടിച്ചോ ജോയി ലൈറ്റ് അടിച്ചപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഓട്ടോ ആയത്. രാത്രിയിലാണ് കൂടുതൽ ശല്യം. രാത്രി നമ്മൾ ഇങ്ങനെയല്ലേ അവൻ വന്ന് അതിലേ കൂടെ വന്ന് റോഡേ കൂടെ അങ്ങ് പോവും. ഒരു മനുഷ്യർക്ക് ഒരു വാഴയോ ഒരു തെങ്ങ് ഒന്നുമില്ല. തെങ്ങ് ഒന്നും ഇല്ല. തെങ്ങെല്ലാം പോയി. ഭയങ്കര ആനശല്യം. അപ്പുറത്തുള്ള അത് ചക്കയും പിന്നെ അടയ്ക്കാമരവും തള്ളിയിട്ട് പിന്നെ ഉള്ള 2-3 തെങ്ങുണ്ടായിരുന്നു, അതും പിഴുത് എല്ലാം നശിച്ചെന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ല.